ഹായ്, ഗുഡ് മോർണിംഗ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെമ്മറി റീഡ് മെഷീൻ സൈക്കിൾ. മെമ്മറി എന്നുള്ള റീഡിങ് മെഷീൻ സൈക്കിളാണ് ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് ഓഫ് കോഡ് ഫെച്ചിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വൈഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിഗ്നൽസും ഇതൊക്കെ തന്നെയാണ് ഇത് വരുന്നത്. മെഷീൻ ഇതിന് റീഡിങ് ആണ് വരുന്നത്. അപ്പോൾ 3 സ്റ്റേജാണ് വരുന്നത്: T1, T2, T3. ഓക്കെ, ഫസ്റ്റത്തെ ക്ലോക്ക് പൾസ് ആണ്. രണ്ടാമത് A15 to A0. അതെല്ലാ സമയത്തും മെമ്മറി അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, അത് അഡ്രസ് ബസ്സാണ്. അതിലൂടെ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, പാസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ AD7 to AD0 വരെ ഉള്ളത് അത് 2 രൂപത്തിൽ നമുക്ക് ആക്ട് ചെയ്യും. ഒന്ന് എന്തുണ്ടാവും, അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സായിട്ടും എന്തുണ്ടാവും, ഇത് ആക്ട് ചെയ്യും. അത് ALEനെ ബേസ് ചെയ്തിട്ടാണ്, അഡ്രസ് ലാച്ച് എനേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ALE ഹൈ ആണെച്ചെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക അഡ്രസ്സ് ആയിരിക്കും പാസ് ചെയ്യുക. ലോ ആണ് സമയത്ത് അതിലൂടെ ഡാറ്റ ആയിരിക്കും പാസ് ചെയ്യുക. ഡാറ്റ ഫ്രം മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റ ആയിരിക്കും പാസ് ചെയ്ത്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഡാറ്റ ഫ്രം മെമ്മറി കൊടുത്തത്. പിന്നെ IO/MBAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, മെമ്മറിയിൽ നിന്നാണോ അത് ഈ മെമ്മറിയിൽ നിന്നാണോ ഇൻപുട്ട് ഔട്ട്പുട്ട് നിന്നാണോ എന്നുള്ളത് റീഡ് ആൻഡ് റൈറ്റ് സിഗ്നലിൻ്റെ ഹൈനി ലോനി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്. അപ്പോൾ റീഡ് ആൻഡ് റൈറ്റിൻ്റെ സിഗ്നൽസിൻ്റെ ഹൈയും ലോനി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മെമ്മറി ആണോ ഇതാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ റീഡ് ആൻഡ് റൈറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് S1ഉം S0നും ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കിയേ, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു S1ഉം S0ഉം 1 ആണ് സമയത്ത് ഓഫ് കോഡ് ഫെച്ചിങ് ആയിരുന്നു. ഇവിടെ നോക്കിയേ S1 1 ആണ്, S0 0 ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നുള്ളതാണ്. അപ്പം RD എന്ത് ചെയ്യുക, ലോ ആണ് കിടക്കുന്നത്. ലോ കിടക്കുന്ന സമയത്ത് ഇത് മെമ്മറിയിൽ നിന്നാണ്. അപ്പോൾ RD ലോ ആണ്. S1ഉം 1, S0 0 ആണെച്ചെങ്കിൽ മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സൈക്കിൾ മുതൽ എന്ത് ചെയ്യുക, AD7 മുതൽ AD0 വരെ ഉള്ളത് എന്തുണ്ടാവും, ഡാറ്റ ബസ്സായിട്ട് മാറിയിട്ടുണ്ടാവും അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും, ഡാറ്റ റീഡ് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും. ബാക്കി എന്താ ഓപ്പറേഷൻസ് എന്നുള്ളത് റീഡ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് T3 വരെ ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെമ്മറിയിൽ നിന്ന് മെമ്മറി റീഡിങ് മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താണ് ഓരോ സ്റ്റേജ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി റൈറ്റ് മെഷീൻ സൈക്കിളാണ്. മെമ്മറി റൈറ്റ് മെഷീൻ സൈക്കിളിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ റൈറ്റ് WR എന്നുള്ള സിഗ്നൽ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം WR താഴെ കണ്ടിരുന്നത് മുകളിലോട്ട് മാറ്റി, അത് ഇത്ര സമയം മുതൽ ഇത്ര വരെ. അപ്പോൾ കണ്ടില്ലേ, S1 0 ആണ്, S0 1 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യുക, റൈറ്റാണ്. ഇത് ലോ സിഗ്നൽ ആയതുകൊണ്ട് മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ALE ലോ ആണ് സമയത്ത് അതെന്ത് ചെയ്യുക, ഹൈ ആണ് സമയത്ത് AD7 മുതൽ AD0 വരെയിൽ കൂടി അഡ്രസ്സായിരിക്കും പാസ് ചെയ്യുക. മറ്റേത് എന്ത് ചെയ്യുക, ലോ ആണ് സമയത്ത് അതിൽ എന്ത് ചെയ്യും, ഡാറ്റ ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മെമ്മറിയിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ളതാണ്, ഇതാണ് കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള റീഡിങ് റൈറ്റിങ്ങും അതേപോലെ തന്നെ ഒരു കോഡ് തന്നു കഴിഞ്ഞപ്പോൾ MOV A,B അതിൻ്റെയൊക്കെ മെഷീൻ സൈക്കിളൊക്കെ വരക്കാൻ പറയും. അപ്പോൾ അതിനുള്ള 1-2 എക്സാമ്പിൾസും നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ നമുക്ക് തീരും. ഓക്കെ, താങ്ക് യു.